ആണ് വെസ്റ്റ്പോർട്ട് ലേക്ക്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ആക്ച്വലി 2 ലേക്ക് അവിടെയും ഉണ്ട്. അവിടെ ഒരു ലേക്ക്, പിന്നെ ഇവിടെ പാർക്കിങ്ങിന് സ്ഥലമുണ്ട്, പിന്നെ ഇവിടെ ഒരു ലേക്ക്. 2 ലേക്കിന് നടുക്ക് കൂടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതിൽ കൂടെയാണ് ആളുകൾക്ക് നിൽക്കാം, നടക്കാം. പിന്നെ ഈ ലേക്കിന് ചുറ്റും, എൻ്റെ പുറകെ കാണുന്ന ഈ ലേക്ക് ഉണ്ടല്ലോ, ആ ലേക്കിന് ചുറ്റും ഇങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മളൊരു 45 മിനിറ്റ്സ് കൊണ്ട് നടന്ന് എത്തും. നല്ല ഭംഗിയാണ്. ചുറ്റും ചെറിയ ചെറിയ കുളങ്ങളും പലതരം പക്ഷികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ അരയന്നങ്ങളൊക്കെ വളരെ സൗമ്യതയുള്ളതാണ്. നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല. നമ്മൾ ഇവർക്ക് ഫീഡ് കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. മേടിച്ചിട്ട് ഇവർക്ക് ഫീഡ് കൊടുക്കാം. അല്ലാതെ നമ്മൾ കൊണ്ടുവരാനൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ പലതും ഇതിന് മുമ്പ് അസുഖം വന്നായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം ഞങ്ങളുടെ ഫാമിലി വിസിറ്റ് ടുഡേ ഷോപ്പിങ്ങും വെസ്റ്റ്പോർട്ടിലേക്കും ആയിരുന്നു. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് വെസ്റ്റ്പോർട്ടിലേക്ക്? ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയും മനോഹരമായ മറ്റൊരു സ്ഥലവും കൂടി കണ്ട് നമ്മൾ മടങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ ഇവിടെ രാജ്യത്ത് പല പല ഇങ്ങനെ ചെറിയ ചെറിയ കൺട്രീസിൽ, ഇങ്ങനെ കൗണ്ടീസിൽ ഇങ്ങനെ അരയന്നങ്ങളും ഇങ്ങനെയുള്ള ലേക്കുകളും ഒക്കെ ആളുകൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇത്രയും വ്യായാമവും വിനോദവും, അതുപോലെ ഇഷ്ടംപോലെ ഇരിക്കാൻ സൗകര്യങ്ങളും ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ 2 പേർക്ക് ചവിട്ടാൻ പറ്റിയ സൈക്കിള്, അത് കാണിച്ചു തരാം. അവിടെ സൈക്കിൾ നമുക്ക് ഒരാൾക്ക് 2 ആൾക്കൊക്കെ പറ്റിയത് അവിടെ വാടകയ്ക്ക് എടുക്കാൻ കിട്ടും. പിന്നെ ഇത് ഈ പക്ഷികൾക്ക് അല്ലെങ്കിൽ ഈ പ്രാവ്, താറാവ്, കോഴി തുടങ്ങിയതിനൊന്നും പേടിയില്ല മനുഷ്യനെ. കാരണം എന്ന് വെച്ചാൽ അവരാരെയും പിടിക്കില്ല. അവർ ഫ്രണ്ട്ലിയാണ്. കുളക്കോഴിയൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു മൈൽ സ്പീഡിലുള്ള ആ നിൽക്കണ കുളക്കോഴി. ഇതാണ് ഞങ്ങളുടെ വെസ്റ്റ്പോർട്ട് ലേക്ക്. ആക്ച്വലി ഭയങ്കര റിലാക്സിങ് ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. റിയലി വി ഗെറ്റ് ലോട്ട്സ് ഓഫ് പോസിറ്റീവ് എനർജി വെൻ യു കം ഹിയർ. You won't feel tired, you feel more energetic. So if you come to Stoke-on-Trent, don't forget to visit Westport Lake. നിന്റെ കയ്യിൽ നിന്ന് എടുക്കും, കയ്യിൽ നിന്ന് എടുത്തോളാം. വീഡിയോ പിടിക്കാം. ഒരെണ്ണം കയ്യിൽ വെച്ചിട്ട് കൊടുക്കുക. നീ കയ്യിൽ വെച്ചിട്ട് കൊടുക്കുക. മറ്റേക്കത് ഇഷ്ടമല്ല, അടിനിട്ടുണ്ടാവും. നന്നായിട്ട് പഠിച്ചു തന്നു. കഴിഞ്ഞ പിന്നെ അവൻ ഒക്കത്തില്ല. ബക്കറ്റില് നെല്ല് ഇത് വെച്ചിട്ടുണ്ടല്ലോ, ഫീഡ് വെച്ചത്. ഒറ്റക്ക് വെള്ളം വെച്ചാണ് അത്. ഇവരെല്ലാം ഇവിടെയുള്ള അരയന്നങ്ങളാണ്. ഇപ്പോൾ ഉച്ചലത്തെ ഭക്ഷണം കഴിഞ്ഞവരെല്ലാം റെസ്റ്റ് ചെയ്യാണ്. കണ്ട തലയൊക്കെ മൂടി വെച്ചിട്ട് നമ്മൾ ഈ കണ്ണ് മൂടാനൊരു ഇത് വയ്ക്കില്ലേ, ഐ പാക്ക്, അത് വെക്കുന്ന പോലെ ഇവർ തല മൂടിയിട്ടാണ് കിടക്കുന്നത്. 2 പേര് വാച്ച് ചെയ്യുവാണ്. കുറേ ഇതുണ്ട് ഇവിടെ. പ്രാവുകൾക്ക് അവരുടെ വീട്ടിൽ ചെല്ലേണ്ട സമയമായി. അതാണ്. ഈ അരയന്നങ്ങളെല്ലാം ഇഷ്ടംപോലെ ഫുഡൊക്കെ കിട്ടി ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുവാണ്. ഇത് വെള്ളത്തിൽ നീന്തണം കാണാൻ നല്ല ഭംഗിയാട്ടോ. ഒരാൾ അവിടെ വെള്ളത്തിൽ പോയി കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ 2 ലേക്ക്. ആ ലേക്കിൻ്റെ നടുക്ക് കുറച്ച് ഒരു ഇത് കണ്ട ട്രീയും കുറച്ച് സാധനങ്ങൾ, അതിലാണ് ഇവർ ജീവിക്കുന്നത്. നൈറ്റിൽ റെസ്റ്റ് ചെയ്യണതും മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ വിരിക്കണതൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ആരും ഇവരെ നോക്കൊന്നും വേണ്ട. ആരെയും ഇവിടുന്ന് കൊണ്ടുപോകാനും പാടില്ല. ഇതെല്ലാം പ്രൊട്ടക്റ്റഡാണ്. പ്രത്യേകിച്ച് അരയന്നത്തിന് സാധാരണ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാൻ, വളർത്താൻ അനുവാദമില്ല. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. നല്ല കേട്ടോ. ഇങ്ങനെ ഫോട്ടോ എടുക്കാം. 1 മിനിറ്റ്. ഇപ്പോൾ സൺ വന്നപ്പോൾ ഒരു ഫോട്ടോ കൊണ്ട് എടുക്കാം. അല്ലെങ്കിൽ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം.
ദേ ഇതാണ് കുറച്ചുകൂടി എളുപ്പമുള്ള വഴി. അവിടെ മുഴുവനും ഇതിൻ്റെ ഇത് കൂടുതലായിരിക്കും അപ്പി. എന്ത് സോഫ്റ്റ് ആയിട്ടല്ലേ ഇവർ നീന്തുന്നത്, ഒരനക്കമില്ല. നല്ല ക്ലിയർ വെള്ളമാണ് ഇവിടെ. ഇത് ഒരു ലേക്കാണ് ഇവിടെ വെള്ളം, പക്ഷേ ഇപ്പോഴും വെള്ളമുണ്ട് ഇതിനകത്ത്. വേറെ പുഴയൊന്നും കണക്റ്റഡ് അല്ല ഈ ഏരിയ. അത് ആക്ച്വലി ലില്ലി അല്ല, ഐറിസ് എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ട് ഇത്. ഇത് നമ്മൾ കുറച്ച് കൊണ്ടുപോക്കാം. വെള്ളത്തിലും കരയിലും കടയിലും ഒക്കെ ജീവിക്കും ആക്ച്വലി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാട്ടുപൂക്കളൊക്കെ ഇങ്ങനെ കാട്ടി കാണുമ്പോൾ ഭംഗിയാണ്. പക്ഷെ ആക്ച്വലി ആ ടൈപ്പ് അല്ല അത്. ആ ടൈപ്പ് അല്ല അത്. ഇത് കാട്ടുചെടിയാണ്. നല്ല വെസ്റ്റ് ലേക്ക് വളരെ നല്ലൊരു സ്ഥലമാണ് വിസിറ്റ് ചെയ്യാനായിട്ട്. ഒരുപാട് കാട്ടുചെടികളും ഒക്കെ അവിടെ ഉണ്ട്. അതും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ആ ലേക്കിന് ചുറ്റിങ്ങനെ നടക്കുന്നത് വെച്ചാൽ നല്ലൊരു എക്സസൈസാണ്. അപ്പോൾ നിങ്ങളുടെ സമയം പോലെ സൗകര്യം പോലെ വിസിറ്റ് ചെയ്യുക. പിന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് എൻ്റെ ചാനൽ കാണുക. നമുക്ക് രണ്ട് കൂട്ടർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാം. എൻജോയ് ദ ലൈഫ്. ആൻഡ് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ അങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണും. അവിടെ പോയിട്ട് കുറച്ച് നേരം എല്ലാം മറന്ന് റിലാക്സ് ചെയ്തിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വെറുതെ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ടൈമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീണ്ടും നമുക്ക് അമ്മയുടെ അറിവുകളിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങളായിട്ട് വരാം കേട്ടോ.